ഈശോയുടെ എല്ലാ ചങ്കുകൊട്ടുകാർക്കും ഫിദെ ഹാർമോണിയ എന്ന ആത്മീയ സംഗീത യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ്. സുവിശേഷത്തിൽ നമ്മൾ ഈശോയെക്കുറിച്ച് കേൾക്കുന്ന നല്ലൊരു ഉപമയാണ്, സവിശേഷതയാണ് നല്ല ഇടയൻ എന്നത്. ഇടയൻ നമുക്കറിയാം, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണ്. ആടുകളുടെ കൂടെയായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഫിദെ ഹാർമോണിയയിലെ ഈ ആദ്യത്തെ ഗാനം നമ്മെ ഈശോയോടുള്ള സ്നേഹത്തിലേക്കും അവൻ നൽകുന്ന സുരക്ഷിതത്വത്തിലേക്കും ശാന്തതയിലേക്കും നയിക്കാൻ ഉതകുന്നതാണ്. നമുക്ക് ഇടയനായ ഈശോയെ പാടി ആരാധിക്കാം. ഇടയാ നല്ലിടയാ, ഈ വഴി വന്നിടുമോ? ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ? ഒരു സാന്ത്വനമായി കുളിർക്കാറ്റുപോലെ അണയോ എന്നിൽ പ്രിയനീസോ. ഇടയാ നല്ലിടയാ, ഈ വഴി വന്നിടുമോ? കാലം മനതാരിൽ ഏകിയ ദുഃഖങ്ങൾ നിന്നോടു പങ്കുവയ്ക്കാം. ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോടു ചേർക്കണയ്ക്കാം. കാലം മനതാരിൽ ഏകിയ ദുഃഖങ്ങൾ നിന്നോടു പങ്കുവയ്ക്കാം. ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോടു ചേർക്കണയ്ക്കാം. മനസ്സിൻ്റെ ഉള്ളിലെ വേദനയെല്ലാം കുരിശോടു ചേർക്കേണമേ. ജീവന്റെ നാഥനാമീശോ. ഇടയാ നല്ലിടയാ, ഈ വഴി വന്നിടുമോ? വിങ്ങുമെൻ മനസ്സിൻ്റെ നൊമ്പരമെല്ലാം മുത്തായി മാറ്റിയിടുവാൻ ജീവൻ വറ്റിയൊരാത്മാവിലിത്തിരി ജീവൻ പകർന്നിടുവാൻ. വിങ്ങുമെൻ മനസ്സിൻ്റെ നൊമ്പരമെല്ലാം മുത്തായി മാറ്റിയിടുവാൻ ജീവൻ വറ്റിയൊരാത്മാവിലിത്തിരി ജീവൻ പകർന്നിടുവാൻ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹമായി മാറാൻ എന്നെ ഒരു കുയിടുമോ? നിനക്കായി തെളിഞ്ഞിടുവാൻ. ഇടയാ നല്ലിടയാ, ഈ വഴി വന്നിടുമോ? ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ?
കുളിർക്കാറ്റുപോലെ അണയൂ എന്നിൽ പ്രിയനീശോ. ഇടയാ നല്ലിടയാ ഈ വഴി വന്നിടുമോ? ഒരു ചെറിയ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന ഈശോനാഥൻ നമ്മോട് കാണിക്കുന്ന അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ ദിവ്യകാരുണ്യമായി ഈശോ നമ്മിലേക്ക് എഴുന്നള്ളുന്നത്. ദിവ്യകാരുണ്യനാഥനെ നമുക്ക് പാടി ആരാധിക്കാം. കാരുണ്യമേ ആനന്ദമേ ദിവ്യകൂദാശയായി എന്നിൽ അലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥ, നിത്യം ആരാധന സ്തുതി നാഥ. സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം അപ്പാതെ അർപ്പിക്കാം. സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം അപ്പാതെ അർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങന്റെ സ്വന്തം. ആത്മാവുണർന്നു നിൻ സ്തുതി ഗീതികളാ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥ, നിത്യം ആരാധന സ്തുതി നാഥ. ഞാനുള്ള കാലം നേരി എന്നാഥനൊപ്പം വന്നിൻ പാതയും ലക്ഷ്യവും. ദൂരെ ഞാനുള്ള കാലം നീളിൽ ഇന്നാഥനൊപ്പം മങ്ങിൻ പാതയും ലക്ഷ്യവും. പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം, പുണ്യപൂക്കാലമായി യേശുവിൻ അരികെ.
കാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യ കൂദാശയായി എന്നിൽ അലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായി എന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂമി സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃദയം നിത്യം ആരാധന സ്തുതി നാഥ നിത്യം ആരാധന സ്തുതി നാഥ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന ഓരോ മഹത് വ്യക്തികളിലും കാണുന്ന വലിയ ഒരു സവിശേഷതയുണ്ട്. പൂർവ്വപിതാക്കന്മാർ തുടങ്ങി രാജാക്കന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, അങ്ങനെ സ്ലീഹന്മാരിൽ എത്തി നിൽക്കുമ്പോഴും പ്രിയമുള്ളവരെ, ഇവർക്കെല്ലാമുള്ള ഒരു സവിശേഷതയാണ് ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ ദൈവമഹത്വത്തിനായിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള വലിയൊരു ഉത്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒന്നും തന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമല്ല. പ്രിയരെ, ദൈവകൃപയെ നമുക്ക് പാടി ആരാധിക്കാം. തൻ്റെ ചങ്കിലെ ചോര കൊടുത്ത് നമ്മെ സ്വന്തമാക്കിയ, കൃപകളാൽ നമ്മെ സമ്പന്നരാക്കിയ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. സ്നേഹസ്വരൂപനം നാഥാ, നീയില്ലാതാരാ
ഹൃദയത്തിൽ നീറ്റുവാങ്ങൂ. സ്നേഹസ്വരൂപനാം നാഥാ, നീയല്ലാതാരാലംബം. പാപങ്ങൾ പോക്കും കാരുണ്യമേ, പാടി നിന്നെ വാഴ്ത്താം, പാടി നിന്നെ വാഴ്ത്താം, പാടി നിന്നെ വാഴ്ത്താം. പന്തക്കുസ്ത നാളിൽ അപ്പസ്തോലന്മാരിലും പരിശുദ്ധ അമ്മയിലും തീനാവുകളാൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് തുടർന്ന് അങ്ങോട്ട് ഭയം കൂടാതെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം നൽകാൻ സ്ലീഹരെ ശക്തിപ്പെടുത്തിയത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മിലും പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മെ തന്നെ പൂർണ്ണമായി നമ്മെ വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് പാടി ആരാധിക്കാം. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമായി, ഉണർവിൻ കാലമായി. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ആത്മാവിൻ ശക്തിയാൽ എഴുന്നേൽപ്പാൻ സമയമായി. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. അങ്ങ് പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ബലമേകാ. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമായി, ഉണർവിൻ കാലമായി. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ആത്മാവിൻ ശക്തിയാൽ എഴുന്നേൽക്കാൻ സമയമായി. അന്ത്യകാലം വചനം പോലെ, ആത്മതകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോകമുണർവിൻ കാലം. അന്ത്യകാലം വചനം പോലെ, ആത്മപകർച്ചയിൻ കാലം, കർത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാരും ദാസിമാരും നിറഞ്ഞിടും. യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, വൃദ്ധന്മാരും സ്വപ്നം കണ്ട് ഘോഷിക്കും. സമയമായി ഉണർന്നിടാം, എഴുന്നേൽക്കാം, ഹല്ലേലൂയ. സമയമായി ഉണർന്നിടാം, എഴുന്നേൽക്കാം, ഹല്ലേലൂയ. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമായി, ഉണർവിൻ കാലമായി. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ആത്മാവിൻ ശക്തിയാൽ എഴുന്നേൽക്കാൻ
എഴുന്നേൽപ്പാൻ സമയമാ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. അങ്ങെ പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാ അധികം ബലമേക. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമാ, ഉണർവിൻ കാലമാ. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ, ആത്മാവിൻ ശക്തിയാ എഴുന്നേൽപ്പാൻ സമയമാ. പരിശുദ്ധ ആത്മാഭിഷേകം തുളുമ്പുന്ന ഒരുപിടി നല്ല ഗാനങ്ങൾ ഈ ഫീദൈ ഹാർമോണിയ എന്ന ആത്മീയ സംഗീത യാത്രയിലൂടെ നമുക്ക് ഇനിയും ശ്രവിക്കാം. See you on next episode. Goodbye friends. ഫീദൈ ഹാർമോണിയ. നിങ്ങളൊരു ഗായകനോ ഗായികയോ ആണോ? ഒപ്പം നിങ്ങളുടെ പ്രായം 15-നും 35-നും ഇടയിലാണോ? എങ്കിൽ ഫിദൈ ഹാർമോണിയയിൽ പങ്കെടുക്കാൻ ഒരു സുവർണാവസരം. വിശദ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യൂ 8606 460033.